ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരണം കേട്ടോ. മിയു അവനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ വേറൊരു പെൺകുട്ടിയോടൊപ്പം കാണുകയാണ്. അതോടെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. വഴിയിൽ വെച്ചിട്ട് മിയുവിനെ ഹിക്കാരി കാണുകയാണ്. ഹിക്കാരി മിയുവിനോട് ചോദിക്കും, നിന്നെ ഈ സമയത്ത് ഇവിടെ നിന്നും കാണാത്തതാണല്ലോ, എന്തേ നീ ശരിക്കും അവനായിട്ട് പ്രണയത്തിലായോ എന്നവൾ ചോദിക്കുകയാണ്. അപ്പോൾ മിയോ ആണെങ്കിൽ നീ ഒരുപാട് കുടിക്കരുത്, വേഗം വീട്ടിലേക്ക് പൊക്കോന്ന് ഹിക്കാരിയോട് പറഞ്ഞിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഹിക്കാരിയുടെ ഇന്നർ വോയിസാണ് സംസാരിക്കുന്നത്. അവൾക്ക് എന്ത് കാര്യമായിട്ടാണെങ്കിലും പിരിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് അവളുടെ പഴയ ഷൂ ആണെങ്കിൽ പോലും അത് അവൾ സൂക്ഷിച്ചു വെക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല മറ്റുള്ളവരൊക്കെ അവളെ കാണുന്നത്. അവളെല്ലാവരും കാണുന്നത് ഒരു കൂൾ ഗേൾ ആയിട്ടാണ്. അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ സ്റ്റേ ചെയ്യാനായിട്ട് ആണ് വരുന്നത്. പക്ഷെ അവൾ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ഓ ആണോ, എന്നാൽ എനിക്ക് വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവനെ കാണാറുമില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് അവൾ ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല ആരുമായിട്ട്. അതുകൊണ്ടൊരു ബ്രേക്കപ്പിൻ്റെ ആവശ്യം പോലും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവളോട് ക്രഷുള്ള നമ്മുടെ ക്രഷ് ബോയ് ഒസാക്ക. അവൻ അവളെ സീരിയസ് ആയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മിയൂനെയാണ്. അവൾക്ക് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്. അത് അവൻ്റെ മെസ്സേജാണ്. എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ എന്നാണ് മെസ്സേജിൽ. പക്ഷെ അവൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അവളുടെ മനസ്സിൽ മൊത്തം അവൻ ഇന്നലെ വേറൊരു പെൺകുട്ടിയായിട്ട് കണ്ടല്ലോ, അതാണ്. അവൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പം ഒക്കെ അവനൊരു കോള് വരാറുണ്ട്. അത് ഇനി ഈ പെൺകുട്ടിയാണോ എന്നൊക്കെ അവൾ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കോള് വരികയാണ്. അത് അവൻ തന്നെയാണ്. ഇന്ന് രാത്രി നമുക്ക് മീറ്റ് ചെയ്യാവോ എന്ന് അവൻ ചോദിക്കുകയാണ്. അവൾ ആദ്യം പറ്റില്ല എന്ന് പറയുകയാണെങ്കിലും പിന്നെ യെസ് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കും, നോ ആണോ യെസ് ആണോ, അത് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നവൾ പറയുകയാണ്. എനിക്ക് കുറച്ച് വർക്ക് റിലേറ്റഡ് മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ഓക്കെ പറയുകയാണ്. അവളെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്കാണ് അവൻ വരുന്നത്. അവൻ സ്കെച്ച് ചെയ്യാണ്. അപ്പോൾ അതിനൊരു മോഡലായിട്ടാണ് അവൾ ഇരിക്കുന്നത്. അവൾ ചോദിക്കും, നിനക്ക് ഹ്യൂമൻ ഫിഗർ വരയ്ക്കണമെങ്കിൽ ഒരു മോഡലിൻ്റെ ആവശ്യമുണ്ടോ? അവൻ പറയും, എൻ്റെ കൈയും കാലും ഒക്കെ ആണെങ്കിൽ എനിക്ക് നോക്കി വരയ്ക്കാം, പക്ഷെ ഒരു പെൺകുട്ടിയുടെ കൈയും കാലും ഒക്കെ വരയ്ക്കണമെങ്കിൽ അതൊന്ന് ഫീൽ ചെയ്യണമല്ലോ, പ്രാക്ടീസും വേണം എന്ന് പറഞ്ഞിട്ട് അവളുടെ കാലിലേക്ക് കയറി പിടിക്കുകയാണ്. അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കും, ഇത് നീ നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലാത്ത മറ്റു പെൺകുട്ടികളോടും കാണിക്കാറുണ്ടോ? അപ്പോൾ അവൻ ചോദിക്കും, ഗേൾ ഫ്രണ്ട് ആണെന്ന് തെളിയിക്കുന്നതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? അവൾ പറയും, ഒരുപാട് മീനിങ് ഉണ്ട്. അവൻ അവളെ വന്ന് കിസ് ചെയ്തിട്ട് നമുക്ക് എന്നും ഇതുപോലെ ഒരുമിച്ചിരിക്കണമെന്ന് അവളോട് പറയുകയാണ്. ഇവിടെയും സീനിൻ്റെ ഗതി മാറുകയാണ്. കിസ്സിങ്, ഹഗ്ഗിങ് അങ്ങനെ പോവുകയാണ്. പിറ്റേ ദിവസമായി അവർ രാവിലെ ബെഡ്ഷീറ്റൊക്കെ ഒരുമിച്ച് വിരിക്കുന്നു. അന്ന് ഫുൾ ഡേ ഹാപ്പി ആയിട്ട് അവരവിടെ തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രാത്രിയാകുന്നു. അവൾ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ പുറത്തു പോയിട്ട് ഒരാളുമായിട്ട് കോളിലാണ്. അവൾ തിരിച്ചു വന്ന് കിടക്കും. അതവളെ കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നിട്ട് അവൾ അവൻ്റെ സ്പെഷ്യൽ വണ്ണാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾ വെറും അവൻ്റെ ഒരുപാട് ബട്ടർഫ്ലൈസിൽ ഒരെണ്ണം മാത്രമാണെന്ന് അവൾ വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം കോളേജിൽ മിയുവും മേഘും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിക്കാരിയും ഫ്രണ്ട്സും വന്നിട്ട് അവളോട് പറയുകയാണ്, എനിമി നമ്മുടെ റഡാറിലുണ്ട്, അങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറയുകയാണ്. കൊസാക്ക അന്ന് അവൾ കണ്ട പെൺകുട്ടിയായിട്ട് കോളേജിൽ വന്നേക്കാണ്. അവനവളെ പരിചയപ്പെടുത്തുകയാണ്, ഇത് ചിയാക്കി ഇമായി, ഇവളെ നമ്മളെ ഇപ്രാവശ്യം ഫെസ്റ്റിവലിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. അത് കഴിഞ്ഞ് മിയു അവളുടെ ആർട്ട് റൂമിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വെറുതെ. അവിടേക്ക് പുതിയ ഗേൾ ചിയാക്കി വരികയാണ്. ചിയാക്കി അവളെ ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം മിയു ഇങ്ങനെ നീയും കൊസാക്കയും എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൊസാക്ക കയറി വരികയാണ്. ചിയാക്കി, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ എന്നവൻ പറയുകയാണ്. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയും, വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം വീട്ടിലേക്ക് എന്ന് അവൾ പറയുകയാണ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് കൊസാക്ക പറയുമ്പോൾ, എന്നാൽ ശരി ഞാൻ വരാം എന്ന് ചിയാക്കി പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ പാവം മിയു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്നും പറഞ്ഞിട്ട് കൊസാക്ക ചിയാക്കിയുടെ കൂടെ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മിയു. ഇവിടെ ഹിക്കാരി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പഴയ ബോയ് ഫ്രണ്ടിനെ കാണുകയാണ്. അവൻ്റെ പേര് തെത്സുവോ എന്നാണ്. അവരിങ്ങനെ കൂളായിട്ട് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ? ഹിക്കാരി പറയുന്നുണ്ട് അവളോട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ബോയ് വന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞേക്കാണ്. അവനെ മീറ്റ് ചെയ്തതിന് ശേഷം അവളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും വഴിയിലെ ചുമരിൽ ഒരു പെയിൻറ്റിങ് കാണുകയാണ്. അത് ജസ്റ്റ് പെയിൻറ് ചെയ്തിട്ടേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, അവളുടെ പഴയ ഷൂവിനെ കുറിച്ചാണ് അത് പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്നത്. അവൾ അത് കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം അവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ വീണ്ടും മീറ്റ് ചെയ്യാണ്. വീണ്ടും പുതിയൊരു കാമക്കുറ ബാങ്ക്സിയുടെ പിക്ചർ വന്നിട്ടുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യാണ് അവർ. ഇങ്ങനെ ഫോണിലെ ഫോട്ടോസ് നോക്കുമ്പോൾ മിയുവും ആ ഫോട്ടോ കാണുകയാണ്. അത് കഴിഞ്ഞ് മിയു ഇങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ അവൻ മാത്രമേ അവിടെ ഉള്ളൂ. അവൾ അവനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് അവനോട് ചോദിക്കുകയാണ്.
അതേസമയം ഹിക്കാരിയെയും ഒസാക്കയും കാണിക്കുന്നുണ്ട്. ഹിക്കാരിയാണെങ്കിൽ അവളുടെ മൊബൈലിൽ ആ പെയിൻറ്റിങ് ഇന്നലെ രാത്രി കണ്ട പെയിൻറ്റിങ് എടുത്ത് അവനെ കാണിച്ചിട്ട് ഇത് നീ അല്ലേ ചെയ്തത് എന്ന് അവനോട് ചോദിക്കുകയാണ്. മിയുവിൻ്റെ ചോദ്യത്തിന് അവൻ മറുപടി പറയുന്നത് അത് ഞാനാണ് ചെയ്തത് എന്നാണ്. അതേസമയം ഹിക്കാരിയുടെ ചോദ്യത്തിനും ഒസാക്ക മറുപടി പറയുന്നതും അത് ഞാനാണ് ചെയ്തത് എന്നാണ്. എന്നിട്ട് ഒസാക്ക ഹിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ മനസ്സിലാക്കിയത് അത് ഞാനാണെന്ന്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ ഷൂസ് നീ വരച്ചിരിക്കുന്നത് അതെൻ്റെ ഷൂ അല്ലേ? ഞാൻ വേണ്ട, എനിക്ക് കളയാൻ പാടാണ് എന്ന് പറഞ്ഞ ഷൂ അതല്ലേ നീ വരച്ച് വെച്ചേക്കുന്നത്? ഇവിടെ ആണെങ്കിൽ മിയുവിനോട് കൊസാക്കയും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ടാണ് തോന്നിയത് ഞാനാണ് വരച്ചതെന്ന്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിലെ ബട്ടർഫ്ലൈയെ കണ്ടപ്പോൾ അത് വരച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ അവർ രണ്ടും കൂടെ തന്നെയാണ് വരയ്ക്കുന്നത്. ആക്ച്വലി ആദ്യം ഒസാക്ക ഇങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാമക്കുര ബാങ്ക്സി അവിടെ ഭയങ്കര ഇൻഫേമസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. കൊസാക്ക അതുവഴി പോയപ്പോൾ അവൻ അത് കാണുകയും അവനെ പിടിക്കുകയും ചെയ്യാണ്. എടാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പെയിൻറ്റിങ് അവർ രണ്ടും കൂടിയാണ് ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ രണ്ടിലും അവരുടെ ടച്ച് വരുന്നത്. അപ്പോൾ ശരിക്കുള്ള കാമക്കുര ബാങ്ക്സി ചെയ്ത് നടക്കുന്നത് നമ്മുടെ ഹിക്കാരിയുടെ ക്രഷ് ബോയ് ഒസാക്കയാണ്. അപ്പോൾ അത് അവൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് അറിഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടം കുറഞ്ഞോ? ഹിക്കാരി പറയാണ്, ഞാൻ ആക്ച്വലി റിലീവ്ഡ് ആയി. നീ ടു പെർഫെക്റ്റ് ആയത് കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. കുറച്ച് പാർട്ടെങ്കിലും നിൻ്റെ ഷെയ്ഡഡ് ആണല്ലോ. എന്നിട്ട് ഹിക്കാരി പറയാണ്, എനിക്ക് റിലേഷൻഷിപ്പും സ്റ്റഫിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല, പക്ഷേ എനിക്ക് ഈ റിലേഷൻഷിപ്പിന് ഒരു ട്രൈ കൊടുക്കണം എന്നുണ്ട്. എന്നിട്ട് അവനെ പോയി ഹഗ് ചെയ്യാണ്. നൈസ് ട്രൈ മൈ ബോയ് ഫ്രണ്ട് എന്ന് ഹിക്കാരി അവനോട് പറയാണ്. അവരും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതേസമയം ഇവിടെ മിയു ആണെങ്കിൽ കൊസാക്കയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇന്നലെ രാത്രി പെയിൻറ്റതിന് ശേഷം ക്രഷ് ബോയിയും കൊസാക്കയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ അന്ന് സ്റ്റാച്യൂവിൽ പെയിൻ്റ് എടുത്തൊഴിച്ചത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് അവൻ കൊടുത്തത്, എനിക്കൊരാളെ കാണിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിയാക്കി അങ്ങോട്ട് വരികയാണ്. ഇന്നലത്തെ പെയിൻറ്റിങ് നീയാണല്ലേ വരച്ചേ എന്ന് ചിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും മിയു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? അവൻ പറയും, എനിക്ക് വരയ്ക്കണമെന്നുണ്ടായിരുന്നു. മിയു ഉടനെ ചോദിക്കും, ഇങ്ങനെ നിന്റെ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ചിയാക്കി ഉടനെ ഇടയ്ക്കേറി സംസാരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ മിയു പറയുന്നുണ്ട്, റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ കൊസാക്കയ്ക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ചിയാക്കി പറയാണ്, നീ ഒരു ആർട്ടിസ്റ്റ് ആവാനല്ലേ ആഗ്രഹിക്കുന്നത്? ആരോ സെറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻസിന് ഇടയിൽ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിന് വളരാൻ പറ്റുന്നത് എന്ന് ചിയാക്കി ചോദിക്കുകയാണ്. ബൗണ്ടറീസ് പുഷ് ചെയ്തുകൊണ്ട് മാത്രമേ ആർട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മിയു പറയുകയാണ്. ആർട്ടിനെ കുറിച്ചുള്ള നിന്റെ നാരോ മൈൻഡഡ് വ്യൂവിനെ കുറിച്ച് നീ എന്നോട് പറയണ്ട എന്ന് ചിയാക്കി പറയുകയാണ്. ഇവരുടെ കോൺവെർസേഷൻ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൊസാക്ക ചിയാക്കിയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ചിയാക്കി നിർത്തുന്നില്ല. ചിയാക്കി കണ്ടിന്യൂ ചെയ്യാണ്, നിനക്ക് വേണേൽ നീ ചിന്തിക്കുന്ന രീതി തന്നെ ചിന്തിക്കാം. അപ്പോൾ മിയു പറയുന്നുണ്ട്, എനിക്ക് കൊസാക്ക അവൻ്റെ ട്രൂ സെൽഫിൽ ആർട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചിയാക്കി അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറയുന്നു റെൻ? അവൻ്റെ പേര് റെൻ കൊസാക്ക എന്നാണ്. ചിയാക്കി അവനെ റെൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും മിയു ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തിങ്ങനെ നടന്നു വരുന്നതിനിടയിൽ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, എന്നെ ഞാൻ തന്നെ ഹേർട്ട് ചെയ്യും, കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എനിക്ക് പാടില്ലായിരുന്നു എന്ന് അവൾ പറയുകയാണ്. അപ്പോഴേക്കും മിയുവിനെ ഒരാൾ വിളിക്കുന്നുണ്ട്. അവളിങ്ങനെ തിരിഞ്ഞു നോക്കും. അതേസമയം നമ്മുടെ കൊസാക്ക അവിടെ നിന്ന് അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ചിയാക്കി പറയാണ്, പോരുത്. മിയുവിനെ വിളിച്ചത് ആ റെസ്റ്റോറൻറ്റിലെ ആ പയ്യനാണ്. അവളോട് ഭയങ്കര ക്രഷുള്ള പയ്യൻ. അപ്പോൾ മിയു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നമ്മൾ ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോൾ മറ്റൊരാളുടെ കൈൻഡ്നെസ്സിൽ നമ്മൾ കംഫേർട്ട് തേടും, അല്ലാതെ വേറെ വഴിയില്ല. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. അടുത്ത് എന്താകും എന്നറിയാനായിട്ട് കാത്തിരിക്കുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.